ഈ മറയൂരിൽ നിന്ന് വരുന്ന വാർത്ത കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതാണ്. ചമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ആക്രമണം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അവർ ഒരു സംഘമായി പോയതാണ്, ജോലി ചെയ്യാൻ പോയപ്പോഴാണ് എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ വിവരങ്ങളുണ്ട്? അനുജ, ഇന്ന് രാവിലെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് 9 പേരടങ്ങുന്ന സംഘമാണ് ആ വനത്തിനുള്ളിലേക്ക് പോയതും. അതായത് ഒരു വഴി വെട്ടിത്തെളിച്ച് അതിൽ ഫയർ ലൈൻ തെളിക്കുന്നതിന് വേണ്ടി പോയതാണ്. ആ തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ഫയർ ലൈൻ തെളിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ 9 പേരടങ്ങുന്ന സംഘം പോയത്. അതിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ വനത്തിലൂടെ നടന്നു പോയതിനു ശേഷം ഏറ്റവും പുറയിലായിരുന്നു വിമലുണ്ടായിരുന്നത്. ഈ വനത്തിൽ മരത്തിന് മറവിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു കാട്ടാന എന്നുള്ളതാണ് ആ കൂടെ പോയ ആളുകളിൽ നിന്നും പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുറകിൽ പോയ വിമലിനെ കാട്ടാന പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നു. മുൻപിൽ പോയ ആളുകൾ 8 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ വിമലിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയ ശേഷം തറയിൽ അടിക്കുകയായിരുന്നു. ക്രൂരമായ രീതിയിൽ ആക്രമണം നേരിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആനയെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെ ബഹളം വെച്ചും മറ്റും മാറ്റിയ ശേഷം തുരത്തി ഒരല്പദൂരം തുരത്തിയതിന് ശേഷം വിമലിന്റെ പരിക്കേറ്റ വിമലിനെ മറയൂരിലെ PHSലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ്, ആദിവാസി ആയിട്ടുള്ള ആളാണ്. ഇവർക്ക് ഈ പ്രദേശം നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ കാട്ടാന ആക്രമണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. ഇതിൽ മറ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനവാസ മേഖലയിലല്ല ഈ അപകടം നടന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ വനത്തിൽ അവരുടെ ജോലിക്കായി പോയപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം, ഏറ്റവും ദുഃഖകരമായ കാര്യം. ഫയർ ലൈൻ തെളിയിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ വിമൽ കൊല്ലപ്പെട്ടത്.